പുതിയ ചരിത്രമെഴുതി താരസംഘടന അമ്മയുടെ തലപ്പത്ത് ഇതാദ്യമായി വനിതകൾ. ശ്വേതാ മേനോൻ പ്രസിഡന്റായും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ, ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ എന്നിവരാണ് മറ്റ് വനിതാ ഭാരവാഹികൾ. 506 അംഗങ്ങളിൽ 298 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. താരസംഘടനയുടെ 33 വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് വനിതാ അംഗങ്ങൾ പ്രധാന പദവികളിലേക്ക് എത്തുന്നത്. 27 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശ്വേതാ മേനോൻ ദേവനെ പരാജയപ്പെടുത്തി അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത്. ശ്വേതാ മേനോന് ലഭിച്ചത് 159 വോട്ടുകൾ. 172 വോട്ട് നേടി കുക്കു പരമേശ്വരൻ നടൻ രവീന്ദ്രനെ പരാജയപ്പെടുത്തി. ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ നേരത്തെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ലക്ഷ്മി പ്രിയ, ജയൻ ചേർത്തല എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. 167 വോട്ട് നേടിയ ഉണ്ണി ശിവപാലാണ് ട്രഷറർ. കൈലാഷ്, ടിനി ടോം, ജോയി മാത്യു, സന്തോഷ് കീഴാറ്റൂർ, സിജോയ് വർഗീസ്, വിനു മോഹൻ, ഡോക്ടർ റോണി, സരയു, ആശ അരവിന്ദ്, അഞ്ജലി നായർ, നീന കുറുപ്പ് എന്നിവർ നിർവാഹക സമിതി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇത് അമ്മയുടെ വിജയമാണെന്നും സംഘടനയുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു, ഇതാ ഒരു സ്ത്രീയായി. ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷനെന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാരക്ടേഴ്സാണ്, ഒരു ആക്ഷൻ, ഒരു കട്ടിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മളെപ്പോഴും നയിക്കുന്നത്. വനിതാ പ്രാതിനിധ്യം സംഘടനയുടെ കെട്ടുറപ്പിനെ സഹായിക്കുമെന്നും വനിതകളുടെ ക്ഷേമത്തിന് ഉപകാരപ്രദമാകുമെന്നും വൈസ് പ്രസിഡന്റായി വിജയിച്ച ലക്ഷ്മി പ്രിയയും പറഞ്ഞു. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അതിനെ ഞാനൊരു ജെൻഡർ ഇതായിട്ട് ഞാൻ ഒരിക്കലും അതിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പുരുഷനായാലും സ്ത്രീ ആയാലും മത്സരിച്ച് വിൻ ചെയ്തു വരണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്വേത ചേച്ചി അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. കുക്കു ചേച്ചിയും അങ്ങനെയാണ്. ഓപ്പോസിഷൻസ് ഒക്കെ പുരുഷന്മാരായിരുന്നു. എൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ചും കൂടി പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പരത്തി പറയുകയും ചില കാര്യങ്ങളൊക്കെ വളരെ ക്രിസ്പായിട്ട് പറയുകയും ചെയ്താലും ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാവണം ആ ഇമോഷൻസ്, ആണായാലും പെണ്ണായാലും ആ ഇമോഷൻസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളാകുമ്പോൾ കുറച്ചും കൂടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും അതിന് കുറച്ചുകൂടെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഞാൻ വിചാരിക്കുന്നു. 506 അംഗങ്ങളിൽ 298 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ 12% അംഗങ്ങൾ കുറവാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തിയത്. മോഹൻലാൽ, സുരേഷ് ഗോപി, ടൊവിനോ, ജയസൂര്യ അടക്കമുള്ള പ്രമുഖ താരങ്ങൾ രാവിലെ തന്നെ വോട്ട് ചെയ്തു മടങ്ങി. മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തിയിരുന്നില്ല. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. ജനം, കൊച്ചി.